സർക്കാരിനോട് എന്താ പറയാനുള്ളത്? കാരണം ഈ പുത്തുമല നമ്മുടെ മുന്നിൽ ഇപ്പൊ ഇവര് പറഞ്ഞ കോടികൾ ഇങ്ങനെ അക്കൗണ്ടിൽ കയറിയെന്നല്ല ഇവിടെ ഒരു സാറേ ഇവിടെ വരില്ല. ഇപ്പൊ ഈ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ഇതില്ലേ, ആ തുച്ഛമായ ഭക്ഷണവും പായകളും ആ കീറിയ ബെഡുകളും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോയി ഇപ്പൊ കടന്നുറങ്ങുന്നതല്ലാതെ ഈ ഷോ ഇപ്പൊ ക്യാമ്പിലാണോ? ഇപ്പൊ ക്യാമ്പിലായിരുന്നു. ഞാൻ എന്റെ മോള് അസുഖമായിട്ട് ഇവിടുത്തെ ഒരു സന്നദ്ധ സംഘടന ഞങ്ങൾക്ക് റൂം എടുത്താൽ നിൽക്കുന്നത്. എന്റെ കൈ കിഡ്നി പേഷ്യന്റ് ഇൻഫെക്ഷൻ കയറണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് റൂം എടുത്താൽ നിൽക്കുന്നത്. ഇവിടെ യൂസ്പിക്ക എന്ന് പറഞ്ഞ ഒരാള് പമ്പ് യൂസ്പിക്ക. നിങ്ങളൊരു ആശങ്ക എന്ന് പറയുന്നത് എത്ര കാലം ഇങ്ങനെ പോകുമെന്നൊരു ആശങ്ക ഇനിയും വരും സാറേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും മാറിപ്പോയി. ഇനി സെൻട്രലിൽ ഇപ്പൊ ഈ അംബേദ്കർ കോളനിയാ. അംബേദ്കർ കോളനി എന്ന് പറഞ്ഞാൽ ഇനിയെന്ന് വെച്ചാൽ ഈ വന്യമൃഗങ്ങളെ ശല്യ. സാറിന് ഇപ്പോൾ നാളെ നിങ്ങളെ ചാനൽ വരികയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അവിടെ ഇതേപോലെ ആന ചവിട്ടി പോയതുണ്ട്. നമ്മളതൊക്കെ ഓടിട്ട വീടാ, വാർപ്പും കൂടിയല്ല. നമ്മളെ വീടിന്റെ അവിടെ നിന്ന് ഒരു ജനൽ ചില്ല് പൊട്ടിയിട്ട് കഴിഞ്ഞ വർഷം ജനൽ ചില്ലിനും അബ്ദുൽ നാസറിനെ തിരിച്ചു പോകുന്നുണ്ടോ വീട്ടിലോട്ട്? ഇനി ഞാൻ പോകുന്നില്ല സാറേ. ഒരു 2 അനുഭവമായി എനിക്കാണ്. ഇത് രണ്ടുമായിട്ട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ലൈവിൽ പറയണമെന്ന് അറിയോ, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ പ്രദേശത്തുള്ള ഈ മറ്റുള്ളവരൊക്കെ അല്ലേ സാറേ. അല്ല, ഇനിയൊന്നും അവിടെ ഒന്നും നടക്കില്ല. കാര്യം ആ അവസ്ഥയിലേക്കായത്. ഇനി നമ്മളാ കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂരൽമലിന്റെ ഏറ്റവും ടോപ്പ് കുന്നി നമ്മളതാ. ഇതിപ്പോ സ്കൂളിന്റെ എന്ന് വെച്ചാൽ ഇങ്ങനെ അറിയാം സാർ, അതായത് മുണ്ടക്കായിന്റെ. നമ്മളത് വെച്ചാൽ പുത്തുമലിന്റെയും വെള്ളരിമലിന്റെയും സെന്ററാണ്. അത് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ആരിസൺ മലയാളം ലിമിറ്റഡ് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയൊരു 7 ഹെക്ടർ സ്ഥലം പോലെ നമ്മളെ സ്ഥലത്ത് കൂടെ വന്നു പോയത്. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സുരക്ഷിതമായ സ്ഥലം ഇനി ജീവിക്കുന്നു. സാർ ഇപ്പൊ അവിടുന്ന് പുത്തുമലിൽ നിന്ന് മാറ്റില്ലേ, അവര് ജീവിക്കുന്നില്ലേ പല സ്ഥലത്തും പണിക്ക് പോയിട്ട്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 5-10 സെന്റ് ഈ 10 ഇപ്പം പറഞ്ഞ വേസ്റ്റ് കുത്താനുള്ള സ്ഥലമില്ലാതെ വീട് നമുക്ക് വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വീടിൻ്റെ അടുത്ത് താമസിക്കുകയാണെങ്കിൽ വേസ്റ്റ് ഇടാനുള്ള ഒരു സംവിധാനം വേണം. ഇത് 7 സെന്റിൽ സ്ഥലത്തിൽ ഇപ്പോൾ ഒരു വേസ്റ്റ് ഇടാനോ ഒരു മറ്റുള്ളൊരു വീട്ടിലൊരു ചെറിയ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ അതിനൊരു ഗ്രൗണ്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഇവരിപ്പോൾ ടൗൺഷിപ്പ് കൊടുക്കുക, അമ്പലം കൊടുക്കുക, പള്ളി കൊടുക്കുക, ബാലവാടി കൊടുക്കുക ഒക്കെ പറഞ്ഞില്ലേ. അവിടെ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. ഇപ്പോൾ പുത്തുമലയിൽ ഒന്നുമില്ല. പുത്തുമല കൊടുത്തവർക്ക് അതുപോലായത്. പുത്തുമലയുടെ പുനരധിവാസം വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ്. ഇപ്പം ഈ ദുരന്തത്തിന് മുമ്പിൽ പുത്തുമലക്കാരാണ് നേരത്തെ അത് പറഞ്ഞത്. പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും പറഞ്ഞത് അവിടെ വലിയ ടൗൺഷിപ്പ് വരും, അവിടെ സ്കൂൾ വരും, അംഗൻവാടി വരും, ഹെൽത്ത് സെൻറ്റർ വരും, അങ്ങനെ ഒരുപാട് കാര്യം പറയുന്നു. അവിടുത്തെ വീടുകൾ നിർമ്മിച്ചത് സാറൊന്ന് പോയി നോക്കിയാൽ അറിയാം. അത്ര നിർമ്മിച്ചതാരാ? സർക്കാരാണോ? സർക്കാരല്ല, വിവിധ ഏജൻസി ഏൽപ്പിച്ചതാണ്. പ്ലാൻ ഇവർ തയ്യാറാക്കിയതാണ്. ഒരേ പ്ലാനാണ്. ആ പ്ലാൻ അത്രയും അശാസ്ത്രീയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീടുണ്ടാക്കിയിട്ട് 6 മാസം കഴിയുന്നതിന് മുമ്പ് വീടുകൾ മുഴുവൻ ചോർന്നൊലിക്കാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള പ്രയാസമാണ്. സാറിന് പോയാൽ ഇപ്പോൾ ഉണ്ടായിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. 5 വർഷമേ ഉള്ളൂ. പക്ഷെ 6 മാസം കഴിയുമ്പോൾ തുടങ്ങിയതാണ് ആ വീട് ചോർന്നലിക്കാൻ. ഇനിയെങ്കിലും ഈ ദുരന്തത്തിൽ പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ അതും ഉണ്ടാവരുത്. അതുപോലെ തന്നെ വളരെ ഇന്നിപ്പോ നാളെ വന്നു നോക്കിയാൽ ആ വീടുകൾ ടാർപോൾ ഇട്ടിട്ടാണ് ഇപ്പൊ കിടക്കുന്നത്. മേലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. പുത്തുമല ദുരന്തത്തിന് ശേഷം പുനരധിവാസം നടത്തിയ വീടുകൾ ഇപ്പോൾ ടാർപോളിനിട്ട് ജീവിക്കേണ്ട അവസ്ഥ. നാളെ വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ വേസ്റ്റ് കുഴി ഇത് തീരുന്ന വരെ. കാരണം ഇവരെ ആരുമല്ലല്ലോ സ്പോൺസർമാർ. കേരളത്തിലെ ജനങ്ങളൊക്കെ മുഴുവൻ സഹായിക്കുന്നുണ്ട്. കട്ടിലും കാര്യങ്ങളും ഇതെല്ലാം. ആ പണം എവിടെ ചോർന്നു പോകുന്നു? അതാണ് വിഷയം. പ്രധാനപ്പെട്ട ചോദ്യമാണ്.